ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലു വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTTs അപ്ഡേറ്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് ഇനി വരാൻ പോകുന്ന OTTs അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരു ആഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങൾ മലയാള ചിത്ര ഭാഷയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ് ഭാഷയിൽ നിന്നും ഈ ഒരു ആഴ്ചയിൽ OTTs എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം നിവേശിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഇത് എനേബിൾ ചെയ്യാൻ ഇടുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ആടുജീവിതം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, അമല പോൾ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആടുജീവിതം എന്ന് പറയുന്നത്. നജീബ് എന്ന ഒരു പച്ചയായ മനുഷ്യൻ്റെ കഥ ബെന്യാമിൻ പുസ്തകമാക്കി ഇറക്കിയപ്പോൾ ആ ഒരു പുസ്തകത്തെ സിനിമയാക്കി മാറ്റിയിട്ടുള്ള ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദ ആടുജീവിതം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം വേൾഡ് വൈഡ് ഓസ്കാറിന് വരെ ഇപ്പോൾ നോമിനേഷൻ വരെ എത്തിയെടുക്കുകയാണ്. ഈ ചിത്രം വേൾഡ് വൈഡ് വൻപൻ ഹിറ്റടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം മാർച്ച് മാസം തിയേറ്ററിൽ ഏകദേശം ഒരു 160 കോടിക്ക് മുകളിൽ കളക്ഷനും നേടി വലിയൊരു ഹിറ്റടിച്ചിട്ടുള്ള ചിത്രമായിരുന്നു. ഒരു പ്രവാസിയായിട്ടുള്ള ഒരുവിധം എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 19-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നരേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വഞ്ഞാറമൂട്, അലക്സാണ്ടർ പ്രശാന്ത്, അതുപോലെ തന്നെ രമേശ് പിഷാരടി, ഗ്രേസ് ആൻ്റണി, ശ്വേത മേനോൻ, കനിക് സുസതി, നിരഞ്ജന എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡിസ്നി പ്ലസിൻ്റെ ഡയറക്റ്റ് OTT വെബ് സീരീസ് അപ്ഡേറ്റ് ആണ് നരേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. നമ്മുടെ നിതിൻ രഞ്ജി പണിക്കറാണ് ഈ ഒരു പടത്തിൻ്റെ സംവിധാനം ചെയ്യുന്നത്. രഞ്ജി പണിക്കറിൻ്റെ മകനാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ചിത്രം കണ്ടത്തോളം ട്രെയിലർ കണ്ടപ്പോൾ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ കൊടുത്താവുന്ന ഒരു വെബ് സീരീസ് ആയിട്ടാണ് തോന്നിയത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 19-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി എന്നീ ഭാഷയിലൂടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വയസ്സ് എത്രയായി 30 എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രശാന്ത് മുരളി, ചിത്ര നായർ, മഞ്ജു പത്രോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ കൊടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു വയസ്സ് എത്രയായി 30 എന്ന് പറയുന്നത്. മാർച്ച് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു അനക്കത സൃഷ്ടിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു വയസ്സ് എത്രയായി 30 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സൈനാപ്ലേ ആണ്. സൈനാപ്ലേയിലൂടെ ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം 19-ാം തീയതി ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഏകദേശം വൈകുന്നേരം 8 മണിയോട് കൂടിയിട്ടായിരിക്കും സൈനാപ്ലേയിലൂടെ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. മലയാള ഭാഷയിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അഞ്ചാമൈ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിദ്യാർത്ഥ്, റഹ്മാൻ, വാണി ഭോജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ലീഗൽ ഡ്രാമ വിഭാഗത്തിൽ കൊടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു അഞ്ചാമൈ എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 19-ാം തീയതി തമിഴ് ഭാഷയിലൂടെ നമ്മുടെ സിംപ്ലി സൗത്തിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദക്കാളി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തലൈവാസൽ വിജയ്, അതുപോലെ തന്നെ നാസർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ദക്കാളി എന്ന് പറയുന്നത്. മെയ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 19-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഏജന്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഖിലക്നേനി, മമ്മുക്ക എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടപ്പട്ടലം മൂഞ്ചിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നമ്മുടെ ഏജന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ആദ്യം സോൺ ലീവ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും അവരുമായിട്ടുള്ള കരാറ് ഇവർക്ക് പുതുക്കാൻ പറ്റാത്ത കാരണം 2 തവണ റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും ഡ്രോപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ഈ ചിത്രം നമ്മുടെ ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് ഈ വരുന്ന ജൂലൈ മാസം 28-ാം തീയതി ഗോൾഡ് മൈൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി ചാനലിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഹിന്ദിയിലൂടെ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 28-ാം തീയതി ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മലയാളം ആന്തോളജിക്കൽ വിഭാഗത്തിലൂടെ താന്ന ഒരു വെബ് സീരീസ് ആണ് മനോരഥങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ MT വാസുദേവൻ നായർ സാറിൻ്റെ ഒരു 9 കഥകൾ അടങ്ങിയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് മനോരഥങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസും കാര്യങ്ങളുണ്ടാകും. കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടാണ്. ആസിഫ് അലി ബാധകമായിട്ടുള്ള ഒരു കേസുകൾ. ഈ ഒരു ചിത്രത്തിലെ മമ്മുക്ക, മോഹൻലാൽ, ഫഹദ് വാസിൽ,
ആസിഫലി അങ്ങനെ ഒരുപാട് താരങ്ങളാണ് ഒരു വെബ് സീരീസിൻ്റെ ഭാഗമാവുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ആഗസ്റ്റ് മാസം 15-ാം തീയതി C5 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. പവി കെയർടേക്കർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീപ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ നമ്മുടെ ധർമ്മജൻ മോൾഗാട്ടി, ശരത് കുമാർ, ജോണി ആന്റണി എന്നിവർ തകർത്ത് അഭിനയിച്ച് വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു പവി കെയർടേക്കർ എന്ന് പറയുന്ന ഒരു ഏകദേശം 2 മാസത്തോളം മുമ്പ് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 26-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബൃന്ദ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സോണി ലിവിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു വെബ് സീരീസ് ആണ്. നമ്മുടെ തൃഷ കൃഷ്ണൻ അതുപോലെ തന്നെ ഇന്ദ്രജിത്ത് സുമാര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വെബ് സീരീസ് ആണ് നമ്മുടെ ബൃന്ദ എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ആഗസ്റ്റ് മാസം 2-ാം തീയതി സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി എന്നീ ഭാഷയിലൂടെയൊക്കെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നടന്ന സംഭവം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വഞ്ചാറമൂട് അതുപോലെ തന്നെ ബിജു മേനോൻ, ശ്രുതി രാമചന്ദ്രൻ, ജോമോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ കൊടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു നടന്ന സംഭവം എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെയും OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി മനോരമ മാക്സിലൂടെ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മീന അതുപോലെ തന്നെ ശ്രീകാന്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു അനന്തപുരം ഡയറീസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസം 9-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടെർബോ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂക്ക, ബിന്ദു പണിക്കർ, ദിലീഷ് പോത്തൻ, രാജ്ബി ഷെട്ടി, സുനിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു ചിത്രം കൂടിയായിരുന്നു ടെർബോ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സോണി ലീവാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ചിത്രം വരുന്ന ആഗസ്റ്റ് മാസം 9-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കമലഹാസൻ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ദ ഇന്ത്യൻ 2 എന്ന് പറയുന്നത്. ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ഇത് ഈ ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആഗസ്റ്റ് ലാസ്റ്റോട് കൂടിയിട്ടായിരിക്കും ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. പക്ഷേ തിയേറ്ററിൽ ഈ ചിത്രം പോയി കാണരുത് എന്നുള്ളതാണ്. ഒരു സിനിമയും മോശമായിട്ട് പറയുന്നതല്ല, കാരണം അത്രയും അതായത് 3 മണിക്കൂർ ഞാൻ തിയേറ്ററിൽ നിന്ന് ബോറടിച്ച് എക്സ്ട്രീം ലെവൽ ബോറടിച്ച് പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇന്ത്യൻ 2 കാണാൻ കയറിയിട്ട്. അപ്പോൾ OTT വരുന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് കാണാം, തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസ്.